അസ്സലാമു അലൈക്കും. എല്ലാവർക്കും സിംപ്ലി കേളിയിലോട്ട് സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളതെന്ന് പറഞ്ഞാൽ നമുക്ക് പാലൊന്നും ചേർക്കാതെ വളരെ സിമ്പിളായിട്ട് ഈസി ആയിട്ടും ഹെൽത്തി ആയിട്ടും കഴിക്കാൻ പറ്റുന്ന ഒരു ഫ്രൂട്ട് സലാഡിൻ്റെ റെസിപ്പിയാണ്. അപ്പോൾ ഒരുപാട് പേർക്ക് പാലൊക്കെ കഴിക്കാൻ പറ്റാത്തവരുണ്ട്. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടുള്ളൊരു സ്പെഷ്യലായിട്ടുള്ള ഒരു റെസിപ്പിയാണ്. നല്ല ഐസ്ക്രീമിൻ്റെ ടേസ്റ്റാണ് ഈ ഒരു ഫ്രൂട്ട് സലാഡിന്. മസ്റ്റായിട്ട് എല്ലാവരും ട്രൈ ചെയ്യേണ്ടുന്ന ഈസി ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ്. പിന്നെ അതുമാത്രമല്ല നമ്മുടെ ഗീവ് അവേയുടെ ഡീറ്റെയിൽസും കൂടി ഈ ഒരു വീഡിയോയിൽ പറയുന്നുണ്ട്. അപ്പോൾ എന്തായാലും നമുക്കിനി വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ വീഡിയോയിലോട്ട് പോകുന്നതിന് മുന്നേ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ തൊട്ടടുത്തൊരു കുഞ്ഞ് ബെല്ലൈക്കൻ വരും, അതും പ്രസ് ചെയ്തിട്ട് ഓൾ എന്ന ഓപ്ഷൻ കൊടുക്കുക. അപ്പോൾ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോസ് നിങ്ങൾക്ക് മിസ് ചെയ്യാതെ കാണാൻ പറ്റും. ഇനി നമുക്ക് റെസിപ്പിയിലോട്ട് പോവാം. അപ്പോൾ ഈ ഒരു ഫ്രൂട്ട് സലാഡ് നമ്മൾ പാലില്ലാതെയാണ് ചെയ്യുന്നത്. അപ്പോൾ അതിന് പകരം നമ്മളിവിടെ എടുക്കുന്നതെന്ന് പറഞ്ഞാൽ പാൽപ്പൊടിയാണ്. ഏകദേശം 1/2 കപ്പോളം പാൽപ്പൊടി എടുത്തിട്ടുണ്ട്. ഇനി ഇതിലോട്ട് നമ്മൾ ചേർത്ത് കൊടുക്കുന്നതെന്നുള്ളൊരു തിക്കാവാൻ വേണ്ടിയിട്ട് ചേർത്ത് കൊടുക്കുന്ന 2.5 ടേബിൾ സ്പൂണോളം കോൺഫ്ലോർ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഇതിലിനി വെള്ളം ചേർത്ത് കൊടുക്കണം. ഏകദേശം 1 കപ്പ് വെള്ളം നമ്മൾ ആദ്യം നമ്മൾ ചേർത്ത് കൊടുക്കുക. ഒരുപാട് വെള്ളം ഇപ്പോൾ ചേർത്ത് കൊടുക്കേണ്ട, കാരണം മിക്സായിട്ട് കിട്ടാൻ കുറച്ച് പാടായിരിക്കും. അപ്പോൾ 1 കപ്പ് വെള്ളവും കൂടെ ചേർത്തിട്ട് കട്ടയില്ലാതെ കംപ്ലീറ്റ് ആയിട്ട് നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇപ്പോൾ അത്യാവശ്യം നല്ലതുപോലെ തന്നെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നന്നായിട്ടൊന്ന് കുറുക്കിയെടുക്കാനായിട്ടൊരു പാനിലോട്ട് മാറ്റാം. ഇനി ഇതിലൂടെ നമുക്ക് 1 കപ്പ് വെള്ളവും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പം മൊത്തത്തിൽ നമ്മൾ 2 കപ്പ് വെള്ളമാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അതുപോലെ തന്നെ മധുരം ചേർക്കുന്ന ഒരു 3 ടേബിൾ സ്പൂണോളം പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി മധുരം കൂടുതൽ വേണം എന്നുള്ളവരാണെങ്കിൽ 4 ടേബിൾ സ്പൂൺ വരെ ചേർത്ത് കൊടുക്കാം. ഇനി സാധാരണ നമ്മൾ പാലൊക്കെ തിളപ്പിച്ചെടുക്കില്ലേ, അതുപോലെ തന്നെ തിളപ്പിക്കാം. അത്യാവശ്യം ഒരു ഹൈ ഫ്ലെയിമിലിട്ട് തന്നെ തിളപ്പിച്ചെടുക്കുക. ഒന്ന് തിള വന്നതിന് ശേഷം മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ഒന്ന് കുറുക്കിയെടുക്കണം. കാരണം നമ്മൾ കോൺഫ്ലോർ ചേർത്തുകൊണ്ട് തന്നെ ഇത് അത്യാവശ്യം ഒന്ന് കുറുകി കിട്ടും. അപ്പോൾ അടിക്ക് പിടിക്കാൻ ചാൻസ് ഉണ്ട് ഒന്ന് തിള വന്നു കഴിഞ്ഞാൽ. അപ്പോൾ അതൊന്ന് ശ്രദ്ധിച്ചിട്ട് ഒന്ന് തിള വന്നു കഴിയുമ്പോൾ മീഡിയം ഫ്ലെയിമിലിട്ട് കൈയെടുക്കാതെ ഒന്ന് കുറുക്കിയെടുക്കുക. ഇപ്പോൾ ഇവിടെ അത്യാവശ്യം നല്ലതുപോലെ തിളച്ച് വന്നിട്ടുണ്ട്. പിന്നെ ഒരുപാട് നമ്മൾ കുറുക്കി കഴിഞ്ഞാൽ ലാസ്റ്റ് നമുക്ക് പുഡിങ്ങിൻ്റെ ആ ഒരു സ്റ്റേജിൽ കിട്ടും. അപ്പോൾ നമുക്ക് അങ്ങനെ ആവണ്ട, ഒന്ന് അത്യാവശ്യം ഒന്ന് കുറുകി കിട്ടിയാൽ മതി. സാധാരണ ഒരു വിപ്പിംഗ് ക്രീമൊക്കെ ബീറ്റ് ചെയ്തിട്ടിരിക്കുമല്ലോ, ആ ഒരു രീതിയിൽ കിട്ടിയാൽ മതി. അപ്പോൾ ഈ ഒരു രീതി ആകുമ്പോഴത്തേക്ക് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. കാരണം തണുത്ത് കഴിഞ്ഞാൽ ഇതൊന്നും കൂടെ കുറുകി അത്യാവശ്യം നമുക്ക് വേണ്ടുന്ന രീതിയിൽ കിട്ടും. അപ്പോൾ നമുക്ക് തണുക്കാനായിട്ട് മാറ്റി വയ്ക്കാം. അപ്പോൾ ആ ഒരു സമയം കൊണ്ട് ഞാൻ കുറച്ച് ആപ്പിളും പഴവും മാങ്ങയൊക്കെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. നമ്മുടെ കയ്യിൽ ഏതൊക്കെ ഫ്രൂട്ട്സ് ആണോ അല്ലെങ്കിൽ നട്ട്സ് ആണോ ഉള്ളത് അതൊക്കെ നമുക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ എൻ്റെ കയ്യിൽ ഇത്രയും സാധനങ്ങൾ ഉള്ളത് കൊണ്ട് ഞാനതെല്ലാം കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു സമയം കൊണ്ട് നമ്മുടെ ആ ഒരു പാലിൻ്റെ കൂട്ടുണ്ടല്ലോ അതിവിടെ നന്നായിട്ട് കട്ടിയായി കിട്ടിയിട്ടുണ്ട്. അപ്പം ഒന്നും കൂടെ പെട്ടെന്നൊന്ന് കട്ട് ചെയ്യാൻ വേണ്ടി ഞാൻ കുറച്ചൊന്ന് ഫ്രീസറിൽ ഒരു 5 മിനിറ്റ് വെച്ചിട്ടുണ്ട്. നമുക്ക് പെട്ടെന്ന് വീഡിയോ എടുക്കണമല്ലോ അതിന് വേണ്ടിയിട്ട്. അപ്പോൾ ഇതുപോലെ നന്നായിട്ട് തണുത്തതിന് ശേഷം മാത്രം നമ്മൾ ഫ്രൂട്ട്സ് ചേർത്ത് കൊടുക്കാം. കാരണം അത് തണുത്ത് ആ ഒരു ചൂടിൽ നിൽക്കുക ഫ്രൂട്ട്സ് ചേർത്ത് കൊടുക്കരുത്, ആ ഒരു ടേസ്റ്റ് മാറിപ്പോവും. അപ്പോൾ നന്നായിട്ട് തണുത്തതിന് ശേഷം നമ്മൾ കട്ട് ചെയ്ത് വെച്ച ഫ്രൂട്ട്സ് എല്ലാം ചേർത്ത് കൊടുക്കാം. അതുപോലെ തന്നെ ഞാനിവിടെ ഒരു 2 ടേബിൾ സ്പൂണോളം കസ്കസ് വെള്ളത്തിൽ കുതിർത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അതും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് നമുക്ക് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ. വളരെ സിമ്പിളായിട്ട് ടേസ്റ്റി ആയിട്ട് പാൽപ്പൊടി ചേർക്കുന്നതുകൊണ്ട് തന്നെ പാൽ വെച്ചിട്ട് നമ്മളിപ്പോൾ ഒരു ഫ്രൂട്ട് സലാഡ് ചെയ്യുന്നേക്കാളും നല്ല ടേസ്റ്റാണ് പാൽപ്പൊടിയിൽ ചെയ്തെടുക്കുമ്പോൾ. അപ്പോൾ ഒരു പ്രാവശ്യമെങ്കിലും നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക. പിന്നെ ഇത് കഴിക്കുന്നതിന് ഒരു 1/2 മണിക്കൂർ മുന്നേ എങ്കിലും ചെയ്തിട്ട് ഫ്രിഡ്ജിൽ വെച്ചിട്ട് തണുപ്പിച്ചിട്ട് കഴിക്കുവാണെങ്കിൽ നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും. പിന്നെ നമ്മുടെ ഗീവ് അവേ ഇപ്പം നടക്കുന്നുണ്ട്, അത് ആരും മറക്കണ്ട. അപ്പോൾ ഗീവ് അവേയിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാനായിട്ട് നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ വീഡിയോ ലൈക്കും കമൻറ്റും ചെയ്യുക. ഡെയിലി 1 മണിക്ക് നമ്മൾ വീഡിയോ ഇപ്പോൾ പോസ്റ്റ് ചെയ്യുന്നുണ്ട്. ഇതിന് ശേഷം 10 മണിക്കായിരിക്കും പോസ്റ്റ് ചെയ്യുക. ഇപ്പോൾ 1 മണിക്കാണ് പോസ്റ്റ് ചെയ്യുന്നത്. നോട്ടിഫിക്കേഷൻ കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ നേരെ നമ്മുടെ ചാനൽ വന്ന് നോക്കുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. സ്റ്റേ അറ്റ് ഹോം, സ്റ്റേ ഹെൽത്തി. താങ്ക്സ് ഫോർ വാച്ചിങ്. സീ യു ഇൻ അനദർ വീഡിയോ. Assalamu alaikum. Assalamu alaikum.